പിന്നൊന്ന് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIR. അതിനുശേഷം ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. അത് വലിയ വിവാദ വിഷയമായതായിരുന്നു. അത് സുപ്രീം കോടതിയിലൊക്കെ പോയി. അങ്ങനെയാണ് ഈ SIR അനുസരിച്ചുള്ള പട്ടിക വരുന്നത്. ഒരു അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ശരാശരി 25,000 വോട്ടർമാരെ വരെ വെട്ടിമാറ്റിയിട്ടുണ്ടെന്ന് ഇന്നൊരു ലേഖനത്തിൽ വായിക്കാനിടയായി. അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ വലിയ തോതിൽ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു അതിനുശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പ്. മറ്റൊന്ന്, ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള വോട്ട് വാങ്ങൽ, അതായത് വലിയ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്ത് അല്ലെങ്കിൽ വലിയ സൗജന്യങ്ങൾ കൊടുത്തിട്ട് വോട്ട് വാങ്ങുന്ന ഒരു രീതി. മുഖ്യമന്ത്രി റോസ്ഗാർ യോജന എന്ന പേരിൽ നടപ്പാക്കിയ ഒരു പദ്ധതി. ആ പദ്ധതി അനുസരിച്ച് ബീഹാറിലെ 1.4 കോടി സ്ത്രീ വോട്ടർമാർക്ക് അവരുടെ പോക്കറ്റിലേക്ക് 10,000 രൂപയാണ് എത്തിച്ചു കൊടുത്തത്. സിംപിളി ഒരു 10,000 രൂപ അങ്ങോട്ട് എടുത്ത് കയ്യിലോട്ട് കൊടുക്കുന്നത് പോലെ, വോട്ടിന് പ്രതിഫലമായിട്ട് നൽകുന്നത് പോലെ അതോടെ സംഭവിച്ചു. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് പറയാം. ഇന്നലത്തെ ഫലങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഭാവിയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും എന്നാണ് കരുതേണ്ടത്. മതനിരപേക്ഷതയും കലർപ്പറ്റ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു വലിയ വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം നിരാശാജനകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.